ആ ജോലി ചെയ്യേണ്ട സൂത്രം. ഇതിനു മുമ്പ് നമ്മൾ ആ ജോലി ചെയ്തു എന്ന് പറയാം. ഇപ്പോൾ ആ ജോലി ചെയ്യണ്ട എന്ന് പറയുക. ആ ജോലി ചെയ്യണ്ട എന്ന സൂത്രം മൂലം ചില വാക്യങ്ങൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ആ ജോലി ചെയ്യണ്ട എന്ന സൂത്രം ഇതിനു മുമ്പ് ഈ ജോലി ചെയ്തു എന്നർത്ഥം. ഇവിടെ ചെയ്യുക എന്നത് ക്രിയാനാമം. ഇപ്പോൾ ആ ക്രിയാനാമം തന്നെ ചെയ്യണ്ട എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. നമ്പർ 1 അയക്കേണ്ട, നമ്പർ 2 അയക്കാതിരിക്കാം, നമ്പർ 3 അയക്കാൻ വിടാതെ, നമ്പർ 4 അയക്കരുത്, നമ്പർ 5 ദയവായി അയക്കണ്ട. നോക്കൂ, എല്ലാറ്റിനും വേണ്ട, ദയവായി വേണ്ട എന്ന് പറയുമ്പോൾ അല്പം വ്യത്യാസമുള്ളതായി തോന്നുന്നില്ലേ? അയക്കേണ്ട, നീ അയക്കേണ്ട, അയക്കാതിരിക്കാം, സ്ലൈറ്റായി അല്പാൽപ്പം വ്യത്യാസമുണ്ടാകും. അവയെല്ലാം ജോലി ചെയ്യണ്ട എന്ന ആ സൂത്രം തന്നെ നമുക്ക് മലയാളം നന്നായി അറിയാം. ഇവ എപ്രകാരം ഉപയോഗിക്കണം എന്നത് ഇംഗ്ലീഷിൽ ഈ ചെറിയ ടെക്നിക്ക് പറഞ്ഞു തന്നാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കും. പറയണ്ട, പറയാതിരിക്കാം, പറയാൻ വിടണ്ട, പറയുവാൻ വെക്കണ്ട, ദയവായി പറയണ്ട, ഇവയെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. ഇംഗ്ലീഷിൽ ഈസിയായി ഇവയെല്ലാം പറയാം. അയക്കേണ്ട എന്നാൽ ഡോൺ സെൻഡ്, സെൻഡ് എന്നാൽ അയക്കൂ, പറയണ്ട എന്നാൽ ഡോൺ ടെൽ, ടെൽ എന്ന് പറയുക. ഇങ്ങനെ എത്രയോ വാക്യങ്ങൾ പറയാൻ പ്രയാസമില്ല. ഇവയിൽ ക്രിയാപദമാണ് പ്രധാനം. പറയണ്ട, പറയാതിരിക്കാം, പറയാൻ വിടണ്ട എന്ന് വാക്യത്തിന്റെ ആദ്യം സബ്ജക്റ്റ് ചേർത്താൽ ശരിയാകും. ഇപ്പോൾ മലയാള വാക്യങ്ങൾ നോക്കുക. സംസാരിക്കേണ്ട എന്നാൽ നിങ്ങൾ സംസാരിക്കേണ്ട, സംസാരിക്കാതിരിക്കാം എന്നാൽ നമ്മൾ സംസാരിക്കാതിരിക്കാം, പോകണ്ട എന്നാൽ നിങ്ങൾ ദയവായി പോകണ്ട എന്നാണ്. സോ ആ 5 വാക്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിച്ചാൽ അത്തരത്തിലുള്ള 1000-ലേറെ വെർബുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി വാക്യങ്ങൾ പറയാൻ സാധിക്കും. അത് തീർത്തും പ്രയാസമില്ലാത്തതാണ്. മെയിൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുന്നത് സൂത്രം തന്നെ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ആ ജോലി ചെയ്യേണ്ട സൂത്രം. മലയാളത്തിൽ ഇംഗ്ലീഷിൽ പാടേണ്ട, ഡോൺ സിംഗ്, നിങ്ങൾ പാടേണ്ട. പ്ലേസിൽ സംസാരിക്കേണ്ട, പോകണ്ട, നോക്കണ്ട, നടക്കേണ്ട, ചിരിക്കേണ്ട, നിങ്ങളുടെ ഇഷ്ടം തന്നെ. ഏതെങ്കിലും ഒന്ന് പറഞ്ഞ് വെർബ് മാത്രം മാറ്റിയാൽ ശരിയാകും. ഡോണ്ട് എന്നത് കോമൺ. സിംഗ് എന്ന വെർബ് പ്ലേസിൽ മറ്റൊരു വെർബ് വെച്ചാൽ ശരിയാകും. ഇപ്പോൾ നമ്പർ 1 പാടേണ്ട എന്നാൽ ഡോൺ സിംഗ്, സംസാരിക്കേണ്ട എന്നാൽ ഡോൺ ടോക്ക്, എഴുതേണ്ട എന്നാൽ ഡോൺ റൈറ്റ്, നോക്കേണ്ട എന്നാൽ ഡോൺ സീ, പോകേണ്ട എന്നാൽ ഡോൺ ഗോ. ഓക്കെ. നമ്പർ 2 പാടാതിരിക്കാം എന്നാൽ ലെറ്റ് us നോട്ട് സിംഗ്. നമ്പർ 3 പാടാൻ വിടേണ്ട, ലെറ്റ് us നോട്ട് സിംഗ്. അങ്ങനെയായാൽ ലെറ്റ് മീ നോട്ട് സിംഗ് എന്നാൽ എന്നെ പാടിക്കാൻ നോക്കണ്ട. നമ്പർ 4 പാടിക്കാൻ നോക്കണ്ട എന്നാൽ മേക്ക് മീ നോട്ട് സിംഗ്. നമ്പർ 5 പാടേണ്ട എന്നാൽ ദയവായി പ്ലീസ് ഡോൺ സിംഗ്. ഇങ്ങനെ നിങ്ങൾ ആ ജോലി ചെയ്യുക, ആ ജോലി ചെയ്യേണ്ട. അവിടെ 5 വാക്യങ്ങൾ, ഇവിടെ 5 വാക്യങ്ങൾ, ആകെ 10 വാക്യങ്ങൾ മാത്രം. അവ യൂസ് ചെയ്യുക. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ചാപ്റ്ററിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.